ചലച്ചിത്ര സംവിധായകൻ ജോഷിയുടെ കൊച്ചിയിലെ വീട്ടിൽ മോഷണം നടത്തിയ ബീഹാർ സ്വദേശി മുഹമ്മദ് ഇർഫാനെ അന്വേഷണ സംഘം കസ്റ്റഡിയിൽ വാങ്ങി. മോഷണത്തിന് പ്രാദേശികമായി സഹായം ലഭിച്ചോ എന്നും ജോഷിയുടെ വീട്ടിലെ ആഭരണങ്ങളെക്കുറിച്ച് അറിവ് ലഭിച്ചിരുന്നോ എന്നും അന്വേഷിക്കുമെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ പറഞ്ഞു. 6 സംസ്ഥാനങ്ങളിലായി 19 മോഷണ കേസുകളിൽ പ്രതിയാണ് പിടിയിലായ മുഹമ്മദ് ഇർഫാൻ. ഭീമ ജുവലറി ഉടമയുടെ തിരുവനന്തപുരത്തെ വീട്ടിൽ നടന്ന മോഷണമടക്കം 6 സംസ്ഥാനങ്ങളിൽ നിന്നായി 19 മോഷണം നടത്തിയ കേസിലെ പ്രതിയാണ് കേരള പോലീസിന്റെ വലയിലായ ബീഹാർ സ്വദേശി മുഹമ്മദ് ഇർഫാൻ. ബീഹാറിലെ സീതാമർസി ജില്ലാ പഞ്ചായത്തിന്റെ പ്രസിഡന്റിന്റെ ഭർത്താവാണ് 38-കാരനായ മുഹമ്മദ് ഇർഫാൻ. സംവിധായകൻ ജോഷിയുടെ കൊച്ചി പനമ്പള്ളി നഗറിലെ വീട്ടിൽ മോഷണം നടത്തിയ ശേഷം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന് ബോർഡ് വെച്ച കാറിലാണ് മോഷണ വസ്തുക്കളുമായി മുങ്ങിയത്. എന്നാൽ 15 മണിക്കൂറിനകം ഇയാളെ കർണാടകയിലെ ഉടുപ്പിയിൽ നിന്നും പിടികൂടുകയായിരുന്നു. കർണാടക സിറ്റി പോലീസ് കമ്മീഷണർ രമൺ ഗുപ്തയുടെ സഹായം നിർണായകമായെന്ന് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ വ്യക്തമാക്കി. കർണാടക പോലീസിൽ ശ്രീ രമൺ ഗുപ്ത IPSന്റെ ഒരു കോർഡിനേഷൻ മൂലമാണ് നമുക്ക് കോസ്റ്റൽ ഡിസ്ട്രിക്ട്സ് ആയ മാംഗ്ലൂർ, അതുപോലെ തന്നെ ഉടുപ്പി, കാർവാർ എന്നീ ജില്ലകളിലെ SP-മാരുമായിട്ട് കോർഡിനേഷൻ നടത്താൻ പറ്റിയത്. അങ്ങനെ ഉടുപ്പി ജില്ലയിൽ വെച്ചാണ് ഈ മോഷ്ടാവിനെ പിടികൂടിയിട്ടുള്ളത്. ഇദ്ദേഹം 6ഓളം സംസ്ഥാനങ്ങളിൽ 19ഓളം കേസുകളിൽ പ്രതിയാണ്. തിരുവനന്തപുരത്ത് ഇതിനു മുമ്പ് ഭീമ ജ്വല്ലറി ഓണറിന്റെ വീട്ടിലും മോഷണം നടത്തിയിരുന്നു. ആ കേസിലെയും പ്രതിയാണ് കേരളത്തിൽ. ഇന്ന് രാവിലെ കൊച്ചിയിലെത്തിച്ച പ്രതിയെ കോടതിയിൽ ഹാജരാക്കി കസ്റ്റഡിയിൽ വാങ്ങി. 3 ദിവസത്തേക്കാണ് കസ്റ്റഡി അനുവദിച്ചിട്ടുള്ളത്. ഇയാൾക്ക് മോഷണം നടത്തുന്നതിനായി പ്രാദേശികമായ സഹായം ലഭിച്ചിരുന്നോ എന്നും ജോഷിയുടെ വീട്ടിൽ സൂക്ഷിച്ചിരുന്ന ആഭരണങ്ങളെക്കുറിച്ച് പ്രതി മുൻകൂട്ടി അറിഞ്ഞിരുന്നോ എന്നും പരിശോധിക്കുമെന്നും പോലീസ് വ്യക്തമാക്കി. അതിനി അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. അക്കംപ്ലിസ് ഉണ്ടോ, ഇനി ലോക്കലായിട്ട് സപ്പോർട്ട് ഉണ്ടോ എന്നുള്ളത് തുടർന്ന് അന്വേഷിക്കേണ്ടിയിരിക്കും. സ്വർണ്ണവില വർദ്ധിക്കുന്നത് ഇത്തരം മോഷണങ്ങളേറാൻ കാരണമാകുന്നതായും പോലീസ് നിരീക്ഷണം വർദ്ധിപ്പിക്കുമെന്നും കമ്മീഷണർ പറഞ്ഞു. ജനം, കൊച്ചി.